ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സമയങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനും ഈദുൽ ഫിത്തറുമെല്ലാം അവസാനിച്ചു. റമദാനിന്റെ പകലന്തികള് നന്മകളിലൂടെയായിരുന്നു നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകള് സജീവമായി നിലനിന്നിരുന്ന ഒരു സന്ദർഭവും സാഹചര്യവുമായിരുന്നു അത്. അതിന്റെ പരിസമാപ്തിയിൽ നമ്മൾ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചിരുന്നത് അല്ലാഹു അക്ബർ എന്ന് ഒരു പ്രഖ്യാപനമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് പടച്ചവനാണ് എന്നുള്ള ബോധ്യത്തോടെ പ്രഖ്യാപിച്ചതായിരുന്നു അല്ലാഹു അക്ബർ എന്നുള്ളത്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് പ്രഖ്യാപിച്ചവന് കൊണ്ടു നടക്കാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് നിരന്തരമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 262-ാമത്തെ ആയത്ത്. അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീൽ വഅഗ്നാബിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത് വഅസാബഹൽ കിബറു വലഹു ദുർരിയത്തുൻ ളഅഫാ ഫഅസാബഹാ ഐസാറൻ ഫീഹി നാറൻ ഫഖ്തറഖത് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് ലഅല്ലകും തതഫക്കറൂൻ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിന്റെ 262-ാമത്തെ ആയത്താണിത്. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അയവദ്ദു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഈത്തപ്പനയും മുന്തിരിത്തോട്ടങ്ങളും പിന്നെ ഉള്ള ഒരു തോട്ടം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരം കായ്കനികളും അതില് ഉണ്ടുതാനും. അയാൾക്കാകട്ടെ വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ്. അയാളുടെ മക്കളാകട്ടെ അവര് ദുഅഫാഇകളാണ്, ബലഹീനരുമാണ്, കാര്യശേഷിയില്ലാത്തവരുമാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തീയോട് കൂടിയ ചുഴലിക്കാറ്റ് അതിന് ബാധിച്ചു. ഈ കൃഷിയിടത്തിന് അത് കരിഞ്ഞു പോകുന്നു. ഇത്തരം ഒരു സ്ഥിതിയിലാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അയവദ്ദു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ആവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം ഉപമകൾ, തെളിവുകൾ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയുടെ 266-ാമത്തെ ആയത്തിലൂടെ പറയാണ്. എന്താ ഈ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് ഫലഭൂയിഷ്ടമായ ഭൂമി, ആ ഭൂമിയിൽ നല്ല കൃഷിയിടം, ആ കൃഷിയിടത്തില് കായ്കനികൾ, ഫലവൃക്ഷങ്ങള്, ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ നല്ല ഫലങ്ങൾ നൽകുന്ന ഈത്തപ്പനകളും മുന്തിരിവള്ളികളും ഒക്കെ. അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കളാകട്ടെ ഇതൊന്നും കൊണ്ടു നടക്കാൻ ശേഷിയില്ലാത്ത ബലഹീനരുമാണ്. ഈ സമയത്ത് ഒരു ചുഴലിക്കാറ്റ്, തീയോടുകൂടിയ
ചുഴലിക്കാറ്റടിക്കുകയും അവയെല്ലാം തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതായിരുന്നു റമദാനിന്റെ സന്ദർഭത്തിൽ പൂത്ത് ഫലഭൂയിഷ്ടമായി നിൽക്കുന്ന ഹൃദയവും ശരീരവും സംസാരവും ഇടപാടുകളും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴോ നമ്മൾ ദുർബലരായി, നമ്മൾക്ക് ഇതൊന്നും തന്നെ കൊണ്ടു നടക്കാൻ കഴിയാത്ത രീതിയിലാകുന്നു. അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് പോലെ തീക്കാറ്റടിച്ച രീതിയിലായി കരിഞ്ഞുണങ്ങി വാടിപ്പോകുന്ന അവസ്ഥ അതുണ്ടാവുന്നുണ്ടോ എന്ന് നമ്മളാണ് ഈ ആയത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ന ഓർമ്മ എപ്പോഴും നിലനിർത്താനാണ് റമദാനിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് കുറെ തവണ പ്രഖ്യാപിച്ചത്. ആരാധനയിലായിരിക്കുമ്പോ ഉള്ളതിനേക്കാൾ അള്ളാഹു എന്ന ഓർമ്മ മനുഷ്യനുണ്ടാകേണ്ടത് ആരാധനക്ക് പുറത്തായിരിക്കുമ്പോഴാണ്. ആരാധനയിലായിരിക്കുമ്പോ അള്ളാഹു എന്ന ഓർമ്മ വേണം. എന്നാൽ ആ ആരാധനയിൽ ഉള്ളതിനേക്കാൾ അള്ളാഹു എന്ന ഓർമ്മ ആരാധനക്ക് പുറത്തായിരിക്കുമ്പോഴാണ് ഉണ്ടാവേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹ് അങ്ങനെയാ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, നിങ്ങളെ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ, വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ദിക്റിലേക്ക് സമയമായി കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, വേഗം നിങ്ങൾ ഇങ്ങോട്ട് വരിക അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി. അങ്ങനെയാണ് അള്ളാഹ് പറഞ്ഞത്. നമ്മളോട് വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വരാൻ വേണ്ടി പറഞ്ഞ അങ്ങനെയാണ്. ദിക്റില്ല, അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി വന്നുകൊള്ളുക. ആ ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹു അതിന്റെ അടുത്ത രണ്ടാമത്തെ ആയത്ത് പറയുന്നത് എന്താ? ഈ നമസ്കാരം നിങ്ങൾ നിർവഹിച്ചു, ഖുത്ബ നിങ്ങൾ കേട്ടു, നിങ്ങൾ തിരിച്ചു പോവുകയാണ്. ഫഇദാ ഖുദിയത്തിസ് സ്വലാ, നമസ്കാരം തീർന്നു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, പിന്നെ പള്ളിയിൽ നിങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ വർത്താനം പറഞ്ഞു നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കൊള്ളുക, പിരിഞ്ഞു പോവുക. വബ്തഉ മിൻ ഫദ്ലില്ലാ, അള്ളാഹുവിന്റെ ഔദാര്യങ്ങളെ, കച്ചവടങ്ങളെ, നിങ്ങൾക്ക് വേണ്ടുന്ന വ്യവഹാരങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടുകൊള്ളുക. ആ പോകുന്ന പോക്കിൽ അള്ളാഹു പറയുന്ന വർത്താനം എന്താ അറിയോ? വദ്കുറുല്ലാഹ കസീറാ, വദ്കുറുല്ലാഹ കസീറാ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം കേട്ടോ. നിസ്കാരത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി വന്നോളൂ. തിരിച്ചു പോകുമ്പോൾ പറയുന്നത് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. എന്തേ കാരണം? നമസ്കാരത്തെക്കാൾ മനുഷ്യൻ നമസ്കാരത്തിന് പുറത്താണ്. അപ്പൊ എപ്പോഴാ കൂടുതൽ ഓർമ്മ അള്ളാഹ് ഉണ്ടാണ്ടത്? നമസ്കാരത്തിന് പുറത്തായിരിക്കുമ്പോഴാണ്. അങ്ങട്ട് അത് പുതുക്കാണ് നമസ്കാരത്തിൽ. നോമ്പിനെ കുറിച്ച് പറഞ്ഞു, വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങളെ ഈ നോമ്പ് അനുഷ്ഠിച്ചു, അതിന് കഴിവ് നൽകി, അതിൽ നിങ്ങൾ ധർമ്മങ്ങൾ നൽകി, എല്ലാം ചെയ്തു, നന്മ ചെയ്ത് ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് വലി തുക്കബ്ബിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, തക്ബീർ ചൊല്ലുക. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ, ഹജ്ജിന്റെ മൻസക്കുകൾ, ഹജ്ജിന്റെ കർമ്മങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊള്ളുക. കദിക്രികും ആബാഅകും, നിങ്ങളുടെ പിതാക്കളെ പ്രകാരമാണോ അള്ളാഹുവിനെ ഓർത്തത് അതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് കൊള്ളുക. അവിടെ നിർത്തിയില്ല പടച്ചോൻ. പിന്നെന്താ പറഞ്ഞേ? ഔ അല്ലെങ്കിൽ അശദ്ദ ദിക്റാ, അതിനേക്കാൾ കഠിനമായി നിങ്ങൾ അള്ളാഹിനെ ഓർത്തുകൊണ്ടിരിക്കണം. എന്തേ? ഹജ്ജിന്റെ കർമ്മത്തിലുള്ള സമയത്തിനേക്കാൾ കൂടുതൽ ഹജ്ജിന് പുറത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആരാധനയിലായിരിക്കുമ്പോ അള്ളാഹ് എന്നുള്ള ഓർമ്മയുള്ളതിനേക്കാൾ ആരാധനക്ക് പുറത്തായിരിക്കുമ്പോഴാണ് പടച്ചോൻ എന്ന ഓർമ്മ വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഇത് നമ്മൾ ആലോചിച്ചുകൊണ്ട് ഖുർആനിൽ അള്ളാഹു, നമ്മൾ ഇനി ഖുർആൻ പാരായണം ചെയ്യുമ്പോ ശ്രദ്ധിച്ചു നോക്കുക. ഖുർആനിൽ അള്ളാഹു ദിക്റുള്ളയെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെയൊക്കെ കസീറൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ധാരാളമായ ഓർമ്മ നിങ്ങൾക്ക് വേണം, ആ ഓർമ്മ നിങ്ങൾക്ക് വേണം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ചോദിക്കണ്ടേ, വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വിവിധ സൽഗുണങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന ഒരു വർത്താനുണ്ട്. എന്താണ് അത്? ആയത്തെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്വാദിഖീന വസ്വാദിഖാത്ത് വസ്വാബിരീന വസ്വാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് വസ്വാഇമീന വസ്വാഇമാത്ത് വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. ഒരായത്തില് വിശ്വാസികളായ മനുഷ്യരുടെ കുറെ ഗുണങ്ങൾ പറഞ്ഞു. മുസ്ലിമായ ആണും പെണ്ണും, മുഅ്മിനായ ആണും പെണ്ണും, അള്ളാഹുവിൽ വിധേയപ്പെടുന്ന ആണും പെണ്ണും, ക്ഷമിക്കുന്ന ആണും പെണ്ണും, സത്യം പറയുന്ന ആണും പെണ്ണും, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞ് ദിക്ർ എത്തിയപ്പോ അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? വദ്ദാകിരീന അല്ലാഹ കസീറൻ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരും വദ്ദാകിറാത്ത് പെണ്ണുങ്ങളും. ദിക്റിനെ പറഞ്ഞപ്പോ അങ്ങനെയാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹു എന്ന ഓർമ്മ എല്ലാ സമയത്തും ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓടുള്ള ഒരു കൽപ്പന ഖുർആൻ ആൽ ഇംറാന്റെ 41-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത്. അവിടെ പറഞ്ഞെന്തറിയോ? വദ്കുർ റബ്ബക കസീറാ, വദ്കുർ റബ്ബക കസീറാ, നീ നിന്റെ റബ്ബിനെ ധാരാളമായിട്ട് ഓർത്തുകൊള്ളുക. വസബ്ബിഹ് ബിൽ അശിയ്യി വൽ ഇബ്കാർ, രാവിലെയും വൈകുന്നേരവും നീ തസ്ബീഹ് ചെയ്യുകയും ചെയ്യുക. അവിടെ പറഞ്ഞത് അങ്ങനെയാണ്. ഇനിയോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയില് അദ്ദേഹം പറയുന്നെന്താ? കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ, കൈ നുസബ്ബിഹക കസീറാ, എനിക്ക് ധാരാളമായി തസ്ബീഹ് ചെയ്യാൻ എനിക്ക് നീ അതിന് അനുഗ്രഹം നൽകണം. വനദ്കുറക കസീറാ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കാനും എനിക്ക് പറ്റണം എന്ന് വിശുദ്ധ ഖുർആനോട് നമ്മൾ പഠിപ്പിച്ചില്ല. വിശ്വാസികളോടുള്ള ഒരു ആഹ്വാനം ഖുർആൻ സൂറത്ത് അഹ്സാബിന്റെ 41-42 ആയത്തിൽ പറയുന്നത് ഇങ്ങനെ തന്നെയാ. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക. ദിക്റൻ കസീറാ, ധാരാളമായി കൊണ്ട് നിങ്ങൾ ദിക്ർ ചെയ്യണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരം നിങ്ങൾ അവനെ തസ്ബീഹ് ചെയ്യുകയും ചെയ്യുക. യുദ്ധക്കളത്തിൽ പോലും അള്ളാഹു നിർദ്ദേശിച്ചത് ഇപ്രകാരം തന്നെയാണ്. സൂറത്ത് അംഫാലിന്റെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നേ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതും ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറാ, നിങ്ങളെ വിശ്വാസികളെ, നിങ്ങൾ ഒരു ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറാ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു. സത്യവിശ്വാസികളായ ആളുകളുടെ സവിശേഷത സൂറത്തു ശുറായിൽ അല്ലാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വദക്കറുല്ലാഹ കസീറാ, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നന്മ ചെയ്ത് ജീവിക്കുകയും ചെയ്ത ആളുകൾ വദക്കറുല്ലാഹ കസീറാ, അവർ ധാരാളമായി പടച്ചോനെ ഓർക്കുന്നവരാണ്. ഞാൻ പറഞ്ഞെന്തറിയോ? ആരാധനയിലായിരിക്കുമ്പോൾ അല്ലാഹ് എന്നുള്ള ഓർമ്മ ഉള്ളതിനേക്കാൾ നമ്മൾക്ക് ആ ആരാധനക്ക് പുറത്തായിരിക്കുമ്പോഴാണ് കൂടുതൽ അല്ലാഹു എന്ന ഓർമ്മ വേണ്ടത്. അതുകൊണ്ടാണ് അതില്ലാതെ പോകുമ്പോഴാണ് ആരാധനയുടെ സന്ദർഭങ്ങളിൽ, ഇപ്പൊ നോമ്പിന്റെ സമയത്ത് നമ്മൾ പള്ളി സുബൈക്ക് എത്ര ആളിനി? ഇപ്പൊ നമ്മളെ പള്ളി സുബൈക്ക് എത്ര ആളുണ്ട്? എന്ത്? ആരാധനയിലായിരിക്കുന്ന സമയത്ത് അല്ലാഹ് എന്നുള്ള ബോധമുണ്ട്. ആരാധന കഴിഞ്ഞു പോയപ്പോ അത് മറന്നുപോയി. അല്ലാഹു അക്ബറൊക്കെ പ്രഖ്യാപിച്ചത് വെറുതെയായി. ഇപ്പൊ സാധാരണ പണ്ടുണ്ടായിരുന്ന 2-3 സ്വപ്പ് ആളുകൾ ഉണ്ടാകും പള്ളിയിൽ ഏറിയാൽ. ബാക്കിയുള്ളവരൊക്കെ വീട്ടിലുണ്ട്, നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടൊന്നുമില്ല. ഓരോന്ന് പലായനം ചെയ്ത് പുറത്തും പോയിട്ടില്ല. പക്ഷേ അവർ അല്ലാഹു എന്ന ഓർമ്മ അവരുടെ മനസ്സിലില്ല. അതുകൊണ്ടാണ് ആരാധനയിലുള്ളതിനേക്കാൾ അല്ലാഹ് എന്നുള്ള ഓർമ്മ ഉണ്ടാണ്ടത്. അല്ലാഹ് ആരാധനക്ക് പുറത്താകുമ്പോഴാ. അപ്പൊ അവന്റെ സ്വഭാവം നന്നാകും, പെരുമാറ്റം നന്നാകും, കച്ചവടം നന്നാകും, സാമ്പത്തികം നന്നാകും, ഇടപാടുകൾ നന്നാകും, എല്ലാം നന്നായി തീരുന്നേ പടച്ചോ എന്നുള്ള ഓർമ്മ ഉണ്ട്. ഇത് നിസ്കാരത്തിൽ മാത്രം, ആരാധന സമയത്ത് മാത്രം പടച്ചോ എന്നുള്ള ഓർമ്മ ഉണ്ടായാലോ ഇതൊന്നും നന്നാവില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞെന്താ അറിയോ? വിശുദ്ധ ഖുർആനിൽ റസൂലിനെ പിൻപറ്റാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് വദക്കറല്ലാഹ കസീറ, അവർ ധാരാളമായി പടച്ചോൻ ഓർക്കുകയും ചെയ്യും.
എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിൽ പറയും. അപ്പൊ ദിക്ർ തസ്ബീഹുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവിണ്ട്. അത് ജീവിതത്തിൽ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യണം. അത് നിലനിർത്തി കൊണ്ടുപോകാനും നമ്മൾക്ക് പറ്റണം. ദൈവസ്മരണയിൽ ജീവിക്കുക എന്നതാണ് മനുഷ്യന് സമാധാനം ഉണ്ടാകുക. അള്ളാഹ്ന്നുള്ള ഓർമ്മ ഉണ്ടായി ജീവിച്ചാൽ സമാധാനം ഉണ്ടാവും. അള്ളാഹ്ന്നുള്ള ഓർമ്മ ഇല്ലാതെ ജീവിച്ചാല് അധർമ്മങ്ങൾ ചെയ്യും സമാധാനക്കേടും ഉണ്ടാവും. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ലിദിക്രില്ല, വിശ്വാസമുണ്ടാവുകയും അതോടൊപ്പം തന്നെ അവരെ മനസ്സ് സമാധാനപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ലിദിക്രില്ല, അള്ളാഹു എന്ന ഓർമ്മ കൊണ്ട്. എന്നുള്ള പറഞ്ഞു നോക്ക്. അല, അറിയുക മനുഷ്യരെ, അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടുക അള്ളാഹ് എന്നുള്ള ഓർമ്മ ഉണ്ടാകുമ്പോഴാണ്. അത് ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉണ്ടാക്കിയെടുത്തിരുന്നു. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനാണ് നമ്മളെ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു എന്ന് നമ്മൾ പറഞ്ഞു, നിരന്തരം പറഞ്ഞു. തസ്ബീഹല്ലി, നമസ്കാരത്തിൽ അല്ലാത്ത സമയത്തും റമദാനിൽ നമ്മൾ അതൊക്കെ ചെയ്തു. പക്ഷേ അത് നിലനിർത്താൻ സാധിക്കണം. അവർക്കാണ് പരലോകത്ത് പേടിക്കേണ്ടാത്തവർ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ, ഞങ്ങൾ റബ്ബ് അള്ളയാണെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. സുമ്മസ്തഖാമു, പിന്നെ അതിൽ അടിയുറച്ചു നിന്നു. അല്ലാ തഖാഫു വലാ തഹ്സനു, അത്തരക്കാർ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അബ്ശിറൂ ബിൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം, സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പം അള്ളാഹു എന്ന ഓർമ്മ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് അവന്റെ ആരാധനാ കർമ്മങ്ങള് അവന്റെ ജീവിതത്തിൽ സമ്പൂർണമാകുന്നതും അതിന്റെ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതും. ആ രീതിയിലേക്ക് മാറ്റാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് സാധിക്കുമ്പോൾ നമ്മുടെ നോമ്പ്, കഴിഞ്ഞുപോയ റമദാനിലെ നോമ്പുകള്, സൽക്കർമ്മങ്ങള്, പെരുന്നാള്, അതിലെ നമസ്കാരങ്ങള്, അതെല്ലാം തന്നെ ജീവിതത്തിൽ ഗുണമുണ്ടാക്കും. അതല്ല ഇതൊക്കെ കൃത്രിമമായിട്ടുള്ള ചില ഒരു സീസണായിട്ടുള്ള ആരാധനകളായി മാറും. ആരാധനകൾ ആചാരങ്ങളായി മാറുമ്പോഴാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആരാധനകള് ആരാധനയായി തന്നെ കണ്ടാൽ മതി, ആചാരമായി കാണുക. ആചാരം വരലപ്പോഴാണ് അതിന്റെ സമയങ്ങളിൽ ഇങ്ങനെ ഓരോ സീസണായിട്ട് വരുന്ന. അതുകൊണ്ട് ഒരു ഫലവും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ആരാധനകളെ ആരാധനകളായി കണ്ട് അത് ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹിന്റെ അടുക്കല് അതിന്റെ കൃത്യമായ പ്രതിഫലം കിട്ടുക. അതിന് അള്ളാഹു എന്ന ഓർമ്മയിലൂടെ തുടർന്നും ജീവിച്ചു പോകാനുള്ള കെൽപ്പും കരുത്തും നമ്മൾ നേടിയെടുക്കാനുള്ള പരിശീലനമായിരുന്നു നോമ്പ്. അത് നേടിയെടുത്തുകൊണ്ട് തന്നെ അതിന്റെ പരിശീലനത്തില് പൂർണ്ണ വിജയം കരസ്ഥമാക്കുന്നവരായിക്കൊണ്ട് അള്ളാഹു എന്ന ഓർമ്മ നിരന്തരം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കണം. ദൈവസ്മരണയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇഹത്തിലും പരത്തിലും മനുഷ്യന് സമാധാനം ഉണ്ടാകുന്നു. അത് സമാധാനക്കേട് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് വന്നെത്താറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോ നമ്മുടെ സംസാരത്തെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കൊക്കെ ഓരോ പാർട്ടി ഉണ്ടാകും, ഓരോ ആളുകൾ പല രീതിയിലായിരിക്കും. അവിടെയൊക്കെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് നമ്മളെ നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാതിരിക്കുക. നമ്മുടെ നന്മകള് സംസാരം കൊണ്ട് നഷ്ടപ്പെട്ടു. റസൂല് പറയുന്നുണ്ട്, പാപ്പരായവൻ ആരാണെന്ന് ചോദിച്ചപ്പോ ആരാ പറഞ്ഞത്? പാപ്പരായവൻ ഞങ്ങളെ കൂട്ടത്തില് 5 പൈസക്കും വകല്ലാത്തവനാണെന്നാണ് സ്വഹാബിമാര് പറഞ്ഞത്. അപ്പൊ റസൂൽ പറഞ്ഞു, അവരല്ല പാപ്പരായവൻ. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പോറ്റിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ സമുദായത്തിലെ പാപ്പരായവൻ, അവന് നമസ്കാരം നോമ്പൊക്കെ ആയിട്ട് പഠിച്ചവന്റെ അടുത്ത് വരും, പക്ഷെ അവനൊന്നും പ്രതിഫലം കിട്ടൂല. എന്തേ കാരണം? അവന്റെ നാവ് കൊണ്ട് അവൻ മറ്റവനെ ഉപദ്രവിച്ചു. അതുകൊണ്ട് അവന്റെ കർമ്മങ്ങൾ അവനെടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നാവിനെ സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്താനം പറയാം, നല്ല സംസാരം. നല്ല സംസാരം എന്ന് പറഞ്ഞാല് സുഡമായിട്ട് മലയാളം പറയാന്നല്ല, നല്ലത് മാത്രം പറയുക. ഫലിയഖുൽ ഖൈറൻ, നല്ലത് സംസാരിക്കുക. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആരോടാ പറഞ്ഞേക്ക്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ, ഫല്യഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ. ഔ, അല്ലെങ്കിൽ ലിയസ്മുത്, മിണ്ടാതിരിക്കട്ടെ. അതാ നല്ലതെന്ന്. അപ്പൊ എല്ലാത്തിലും നമ്മൾ അഭിപ്രായം പറയണം, എല്ലാത്തിലും നമ്മൾ ഇടപെടണം.
അതിൽ എങ്ങനെ പറഞ്ഞ് നമ്മളാവണം എന്നുള്ളതില്ല. അപ്പൊ നമ്മൾ നമ്മുടെ സംസാരങ്ങളെ ശ്രദ്ധിക്കുക, ആവശ്യമുള്ളതേ സംസാരിക്കാവൂ. എൻ്റെ ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംസാരം എന്നിൽ നിന്ന് വരാതിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ആ മനുഷ്യനുണ്ടാവണം. അവിടെയാണ് ഖൂലു ഖൗലൻ സദീദൻ, നല്ല വാക്ക് പറയണമെന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പൊക്കെയാണ്, പല പാർട്ടിക്കാരാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനൊരു വിശ്വാസി കൂടിയാണ്, ഞാനൊരു 5 നേരം നമസ്കരിക്കുന്നവൻ കൂടിയാണ് എന്നുള്ള ഉത്തമ ബോധത്തോടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. കർമ്മങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് നമ്മൾ വായിക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു പറയാം, ചില ആളുകളെ സംസാരങ്ങള് കേട്ടപ്പോ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, എന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ സംസാരിക്കാതിരിക്കുന്നത്. അപ്പൊ നഷ്ടപ്പെട്ടു പോകും കർമ്മങ്ങള്, നമ്മൾ അറിയാതെ പോകുന്നതാണ്. ചെയ്ത അത് കുറച്ചുണ്ടെങ്കിൽ ഉള്ളത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സംസാരങ്ങളെ ആവശ്യമുള്ള സമയത്ത് സംസാരിക്കുക, അത് നല്ലത് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മള് മിണ്ടാതിരിക്കുക എന്നതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകരണീയമായിട്ടുള്ളത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി സാന്ദർഭികമായി സൂചിപ്പിച്ചു. അള്ളാഹുവിന്റെ ദിക്റാണ് നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ സംസാരത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ആ ദിക്റിന് നമ്മൾക്ക് പ്രതിഫലമാണ് കിട്ടുന്നത്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ നമ്മളെ റമദാനെ അനുവർത്തിച്ചു പോന്നിരുന്ന എല്ലാ നന്മകളും തുടർന്നു പോരാൻ നമ്മൾക്ക് സാധിക്കേണ്ടത്. കുറെ ഖുർആൻ നമ്മൾ ഓതി റമദാനിൽ, ഞാൻ അടുത്ത റമദാൻ വരട്ടെ എന്ന് കരുതി കാത്തിക്കണ്ട, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഓരോ ഹറഫിനും കൂലിട്ടുന്ന കാര്യമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ലോകത്ത് ആകെ വായിച്ചാൽ കൂലിട്ടുന്ന ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പാരായണം അവസാനിപ്പിക്കേണ്ടതല്ല, അതിന്റെ പഠനം അവസാനിപ്പിക്കേണ്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹു എന്ന ഓർമ്മയിൽ ജീവിച്ച് ആ ഓർമ്മയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.